ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മാല എന്തായാലും നീ സാങ്കല്പികമായിട്ട് വരച്ചതല്ല. കാരണം ഇതിൽ അത്രത്തോളം ഡീറ്റെയിലിംഗ് ഉണ്ട്. നീയൊന്ന് വീട്ടിലേക്ക് വാ. നീ മാത്രം. അറിയില്ലമ്മേ, ഞാൻ പോയിട്ട് വരാം. അമ്മ ടെൻഷൻ ആവണ്ട, വേറെന്തെങ്കിലും കാര്യമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. ഹലോ മോളെ, മോളെ നിനക്ക് കേക്കാവോ? ഹലോ സീതേ, സീതേ, നിനക്ക് സുഖമാണോ? ഞാനും നീയും മക്കളും എങ്ങനെ ജീവിച്ചതാ, ഇപ്പോ എനിക്കൊന്ന് കാണാൻ പോലും പറ്റാതെ. ഏയ്, എല്ലാം ശരിയാവും, ശരിയാക്കണം നമുക്ക്. ശരിയാകും. നീ ആ ഫോണൊന്ന് മോളുടെ കൊടുത്തേ. അവളെന്താ അടുത്തില്ലേ? അവള് വരുമ്പോ പെട്ടെന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. ശരി, നീ വെച്ചോ. ഇത് നീ വരച്ചതല്ലേ? അതെ. ഇത് നീ എവിടെയെങ്കിലും നോക്കി വരച്ചതാണോ അതോ? അല്ല, ഈ ചിത്രത്തെക്കുറിച്ച് അറിയാനാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ ഈ ചിത്രത്തിലെ ഈ മാലയെക്കുറിച്ച് അറിയാനാ. ഈ മാല എന്തായാലും നീ സാങ്കല്പികമായിട്ട് വരച്ചതല്ല. കാരണം ഇതിൽ അത്രത്തോളം ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പോ എന്നോടൊപ്പം അവിടെ ജോലിക്കുണ്ടായിരുന്ന ചേച്ചി ഒരു കഥ പറഞ്ഞു. ആ കഥയിലെ മാലയായത്. ചേച്ചി പറഞ്ഞ കഥയിലെ മാല എന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതാ പെട്ടെന്ന് വരച്ചപ്പോ ഈ മാല ഓർമ്മ വന്നേ. ആ ജോലിക്കാരി ഇപ്പൊ എവിടെയുണ്ട്? കുറച്ചു നാള് മുമ്പ് ഒരു അസുഖം വന്ന് അവര് മരിച്ചുപോയി. ഈ പടം ഇഷ്ടായിന്ന് അറിഞ്ഞു. വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ. മതി, പോയിക്കോ.
ചന്ദ്രാമേ, ചന്ദ്രാമേ, എടോ, ഞാൻ തന്നെ ഒന്ന് കാണാതിരിക്കുമായിരുന്നു. സോറി കേട്ടോ, അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ അറിയാതെ പറ്റിപ്പോയതാ. താനിങ്ങനെ മിണ്ടാതെ പിണങ്ങിയിരിക്കുന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് താനൊന്ന് ക്ഷമിക്കേ, എന്നിട്ട് പഴയതുപോലെ ആവ്. എനിക്കറിയാം 100% തെറ്റും എൻ്റെ ഭാഗത്താണെന്ന്. അതാ ഞാൻ വന്ന് ക്ഷമ ചോദിച്ചത്. എന്നോടൊന്ന് ക്ഷമിക്കടോ പ്ലീസ്. എടോ, ഹലോ. എടോ, എണീറ്റില്ലായിരുന്നോ? അതിന് കുറച്ചു മുന്നല്ല ഉറങ്ങിയത്. അതുവരെ ഫോണിൽ സംസാരമല്ലായിരുന്നോ? ഞാനും അതെ, ദേ ഇപ്പൊ എണീറ്റേ ഉള്ളൂ. തന്റെ സൗണ്ട് കേട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാന്ന് കരുതി. സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ശരിക്കും അത്ഭുതാ. എത്ര പെട്ടെന്നാ അകലാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അടുത്തുപോയത്. എനിക്ക് ഇതിനൊക്കെയുള്ള യോഗ്യതയുണ്ടെന്നാ എന്റെ സംശയം. താൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള യോഗ്യത മാത്രം മതി തനിക്ക്. ഇന്ന് ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നമ്മളെ തമ്മിൽ പിരിക്കാനാവില്ല. ഇനി എന്ത് വന്നാലും ഞാൻ തന്നെ ഉപേക്ഷിക്കില്ല. ഏത് സന്ദർഭത്തിലും താൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. ആ ഒരു ഉറപ്പ് വരെ തനിക്ക് മതി. ഞാനും അങ്ങനെ തന്നെയാ, എന്നും സാറിനോടൊപ്പം ഉണ്ടാവും. അർജുൻ, അർജുൻ, അർജുൻ. അമ്മ വിളിക്കുന്നുണ്ട്. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ശരി.